ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് SLC ഫിസിക്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാനാണ്. ഒറ്റ ദിവസം കൂടെ നമ്മൾ ഫുൾ എൻ്റെ സബ്ജക്റ്റ് എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് ട്രാക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുന്നത് ഇതിൽ ടോപ്പിക് ബേസ്ഡാണ് പറയുന്നുള്ളൂ. ഈ ടോപ്പിക്ക് ഏത് ചാപ്റ്ററാണ് വരുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ടൈമിലൊന്ന് പഠിച്ചു പോകാം കേട്ടോ. രാവിലെ 9 മണി to 10 വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേവ് മോഷനും അതേപോലെ സൗണ്ടിനെ പറ്റി നമ്മൾ പഠിക്കുന്നു അല്ലേ. ഇവിടെ നമുക്ക് ടൈപ്സ് ഓഫ് വേവിനെ കുറിച്ചുണ്ട്, പിന്നെന്താ സൗണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എക്കോ, റീവെർബറേഷൻ, ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെതായിട്ടുള്ള ഒരു ക്വിക്ക് നോട്ട്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ നോക്കുക. അതായത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒന്നിലേക്ക് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പല നോട്ട്സ് നോക്കുക. പിന്നെ 10 to 12 മണി വരെ നമ്മൾ എന്താണ്, ആഫ്റ്റർനൂൺ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എഫക്റ്റ് ഓഫ് കറണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് കറണ്ട് ആയാലും ഹീറ്റിംഗ് എഫക്റ്റ് ആയാലും ഇലക്ട്രിക് എനർജി ആയാലും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതേപോലെ തന്നെ കാൽക്കുലേറ്റിംഗ് ഇലക്ട്രിക് കറണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യുക, ഇതിൽ നല്ലപോലെ നോക്കുക. ഇനി അതും ആഫ്റ്റർനൂൺ ആണ് 2 to 3 വരെ. ഇവിടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് പഠിക്കേണ്ടത്. അതായത് AC ജനറേറ്റർ, മൈക്രോഫോൺസ് അല്ലെന്നുണ്ടെങ്കിൽ ലൗഡ് സ്പീക്കർ, ട്രാൻസ്ഫോമേഴ്സ്, ഇതിനെയൊക്കെ കുറിച്ച് നല്ലപോലെ പഠിക്കുക. ഇത് ഏത് ചാപ്റ്ററിലാണ് വരുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ ഒന്ന് വേഗം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നല്ലപോലെ ഈസി ആയിട്ട് വേഗം ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പം 3 to 4 മണി വരെ ഇലക്ട്രോ മാഗ്നറ്റിക് ഹീറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇലക്ട്രിക് കറണ്ട് അതുപോലെ ഹീറ്റിംഗ്, അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കേണ്ടത് കേട്ടോ. ആഫ്റ്റർനൂൺ അല്ല, ഈവനിങ്. ഇനി ഇവിടെ നമ്മൾ കൂടുതലായിട്ടും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. 6 to 7 വരെ പവർ ട്രാൻസ്മിഷൻ ഉണ്ട്, അതിന് ഡിസ്ട്രിബ്യൂഷൻ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ പവർ ജനറേഷൻ ആയാലും ട്രാൻസ്മിഷൻ ആയാലും അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി ആയാലും പഠിക്കുക. പിന്നെ നമ്മൾ കളേഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ്, ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കണം, പ്രിസത്തിനെ കുറിച്ച് പഠിക്കണം. ഒരു ഇമേജ് ഒക്കെ ഇല്ലേ, അതൊക്കെ അനുസരിച്ച് ആ ഒരു ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, 7 to 9 വരെ നമുക്ക് പ്രാക്ടീസ് പേപ്പേഴ്സ് ആണ്. അതായത് മോഡൽ ക്വസ്റ്റ്യൻസും അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അതായത് 7 to 9 മണി വരെയാണ് നമ്മൾ പ്രാക്ടീസിങ് തുടങ്ങേണ്ടത്. അതേപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അപ്പോഴായിരിക്കും ചെയ്യണത് നല്ലത്. അതുവരെ രാവിലെ ടു വൈകുന്നേരം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററും ബേസിക്സ് അതേപോലെ തന്നെ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ഇനി 9 to 10 വരെ 10 മണി വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനൽ റിവിഷനാണ്. വേഗം നമ്മൾ റിവിഷൻ ചെയ്യുകയാണ്. എല്ലാ ടോപ്പിക്സും നോക്കുന്നു, എന്നിട്ട് നല്ലൊരു സ്ലീപ്പ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആവട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.